ഹായ് ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യൽ ടോണറാണ് നമ്മൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഫേഷ്യൽ ടോണറായിട്ട് മാത്രമല്ല, നമുക്ക് പല രീതിയിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ നമ്മളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഈ ഫ്യൂച്ചറിൽ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ തന്നെ വീഡിയോ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന, നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഫേഷ്യൽ ടോണർ, അത് ഫേഷ്യൽ ടോണർ മാത്രമായിട്ടല്ല, ഇത് പല രീതിയിലും യൂസ് ചെയ്യാൻ പറ്റും. എന്നാലും ഒരു പേരിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫേഷ്യൽ ടോണർ എന്ന് മാത്രം പറയുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. നോക്കൂ, എന്ത് രസമുണ്ട് കാണാനല്ലേ. അപ്പോൾ ഈ ഫേഷ്യൽ ടോണർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ എളുപ്പമാണ്. ഇതിന് 2 ഇൻഗ്രീഡിയൻസ് മാത്രം നമുക്ക് മതി. അത് വേണ്ടത് ഒന്ന് ഉലുവയാണ്, പിന്നെ വേണ്ടത് അലോവേറ ജെല്ല്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് ഇതാ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ വാങ്ങണം, സ്പ്രേ ബോട്ടിൽ. ഇത് പല ഷോപ്സിൽ കിട്ടുന്നതായിരിക്കും. പിന്നെ ആമസോണിലുണ്ട്. അപ്പോൾ ആമസോണിൽ വാങ്ങാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈ ബോട്ടിൽ നല്ല ബോട്ടിലാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് നാളായി വാങ്ങിച്ചിട്ട്, പക്ഷെ ഇതുവരെ ഇതിന് ഒരു കുഴപ്പമില്ല. നല്ല ബോട്ടിലാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറിയാൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. നമ്മളപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന്റെ തലേന്ന് രാത്രിയിൽ കുറച്ച് ഉലുവ എടുത്ത് വെള്ളത്തിലിടണം. 1 സ്പൂൺ ഉലുവയാണ് വേണ്ടത്. നമുക്കിതിൻ്റെ ഹാഫോളം വേണം ഉലുവയുടെ വെള്ളം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഉലുവ തലേന്ന് ഇട്ട് വെക്കണം. ഇതിനൊരു ഹാഫ് വരുന്ന രീതിയിലുള്ള അത്രയും വെള്ളം മാത്രം മതി. അത് 1 സ്പൂൺ ഉലുവയിൽ ഇട്ട് വെക്കണം തലേന്ന്. എന്നിട്ട് നെക്സ്റ്റ് ഡേ ആ വെള്ളം വേണം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഇന്നലെ ഞാൻ ഇട്ട് വെച്ച ഉലുവയാണ്. കണ്ടോ, ഇതിപ്പം 1 സ്പൂൺ ഉലുവയുണ്ട്. അടിയിൽ കാണാമല്ലോ അല്ലേ. അപ്പം ഇതിപ്പോൾ ഇന്നലെ ഇട്ട് വെച്ച ഉലുവയാണ്. അപ്പം ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ. ഇപ്പം ഈ വെള്ളം ഈ ബോട്ടിലിൻ്റെ പകുതിക്ക് എടുക്കാനുള്ളത് ഉണ്ട്. അപ്പം ഇതുപോലെ നിങ്ങൾ ചെയ്ത് വെക്കണം. പിന്നെ അലോവേറ ജെല്ല് വേണം. ഇപ്പം നിങ്ങൾ ഏത് അലോവേറ ജെല്ലാണോ യൂസ് ചെയ്യുന്നത് ആ അലോവേറ ജെല്ല് നിങ്ങൾക്ക് എടുക്കാം. അറിയാലോ, ഇപ്പോൾ ഒരുപാട് അലോവേറ ജെൽസ് മാർക്കറ്റിൽ കിട്ടാറുണ്ട്. പലരും ചോദിക്കാറുണ്ട് ഏത് അലോവേറ ജെല്ലാണ് ഏറ്റവും നല്ലതെന്ന്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് വാവിൻ്റെ അലോവേറ ജെല്ലാണ്. അപ്പോൾ അലോവേറ ജെല്ല് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള അലോവേറ ജെല്ല് എടുക്കാം. അലോവേറയുടെ പ്ലാന്റ്സ് ഉള്ളവർ അതിൽ നിന്ന് നിങ്ങൾക്ക് ജെല്ല് എടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ജെൽ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ബോട്ടിലിന്റെ ഹാഫ് അലോവേറ ജെല്ല് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ഹാഫ് താഴെ അലോവേറ ജെൽ ഹാഫ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ബാക്കി ഹാഫ് നമ്മുടെ ആ ഉലുവയിൽ ഒഴിച്ചു വെച്ചേക്കുന്ന വെള്ളമില്ലേ, അത് തലേന്ന് ഉലുവ ഇട്ട് വെച്ചിട്ട് ആ വെള്ളം നെക്സ്റ്റ് ഡേ ഇതിനകത്തേക്ക് ഹാഫ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് ഷേക്ക് ചെയ്യുക. അപ്പം ഇങ്ങനെ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇത് തിരിച്ച് പിടിച്ചിട്ടും നന്നായിട്ട് ചെയ്യുക. കാരണം ഇവിടെ ഇങ്ങനെ അലോവേറ ജെല്ല് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒരുമിച്ച് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം തിരിച്ചും മറിച്ചുമൊക്കെ നന്നായിട്ട് ഇത് ഷേക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടും, നല്ല ഭംഗിയിലേ കാണാൻ. അപ്പം ഇതുപോലെ കിട്ടും. അപ്പം ഇത് പല രീതിയിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഫേഷ്യൽ ടോണറായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ ഫേഷ്യൽ ചെയ്യുന്ന ടൈമിൽ ടോണർ യൂസ് ചെയ്യാമല്ലോ, അപ്പോൾ അതായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വാക്സ് ചെയ്യുന്ന ടൈമിൽ വാക്സ് ചെയ്തതിന് ശേഷം ചിലർക്ക് ഇച്ചിങ് ഒക്കെ ഉണ്ടാവാറില്ലേ, അലർജി, ചിലർക്ക് ഇങ്ങനെ തണുത്ത് വരും. അപ്പോൾ അതൊക്കെ ഉണ്ടാവാതിരിക്കാൻ വാക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് വളരെ നല്ലതാണ്. അപ്പം ഞാൻ ബോട്ടിൽ ഇപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് കാണിച്ചു, എന്നിട്ട് ഞാൻ പറയാം. അപ്പൊ ഈ ബോട്ടിലിന് മുകളിൽ ഇതുപോലെ ഒരു ക്യാപ്പ് ഉണ്ട്, കണ്ടോ. വാക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് കൈ ഫുള്ള് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. ഇത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഫ്രഷ് അലോവേറ എടുക്കുന്നവർക്കാണെങ്കിൽ ഫ്രഷ് അലോവേറയ്ക്ക് ഒരു സ്മെല്ല് കിട്ടത്തില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരു ഫുൾ സ്പൂൺ റോസ് വാട്ടർ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതുകൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുലുക്കി കൊടുക്കുക. അപ്പം നന്നായിട്ട് മിക്സ് ആവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിന് നല്ല ഒരു സ്മെല്ല് കിട്ടും. നിങ്ങൾക്ക് പുറത്ത് പോകുന്ന സമയത്തൊക്കെ കയ്യിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് പുരട്ടി കൊടുത്തിട്ട്
പുറത്ത് പോവുക. അപ്പം നല്ല കൈക്കൊക്കെ നല്ല സ്മെല്ലുണ്ടാവും. അത് തന്നെ അല്ല, അപ്പം ഞാൻ പറഞ്ഞു ഫേഷ്യൽ ചെയ്തതിന് ശേഷം ഫേഷ്യൽ ടോണറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിതാ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ യൂസ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതിനുശേഷം വാക്സ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ച പോലെ കയ്യിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം, അത് ചെയ്യാം. പിന്നെ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഇത് വളരെ നല്ലതാണ് ഇത് ചെയ്ത് കൊടുത്താൽ. കാരണം ഡ്രൈ സ്കിന്നുള്ളവർക്ക് എപ്പോഴും ഒരു പൊരിച്ചിലൊക്കെ പോലെ കാണുമല്ലോ, അപ്പോൾ അതൊക്കെ മാറാൻ വളരെ നല്ലതാണ്. എന്നിട്ട് ഫേസ് നല്ല സ്മൂത്ത് ആവുന്നതാണ് ഇത് ചെയ്താൽ. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക, ഇതിൽ നമ്മൾ ഉലുവ ചേർത്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം ഉലുവ വളരെ നല്ലതാണ് ഹെയറിന്, ഹെയർ ഫോളിങ്ങിന് വളരെ നല്ലതാണ്. അതുപോലെ ഡാൻഡ്രഫ് പോവാനും വളരെ നല്ലതാണ്, ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനൊക്കെ നമ്മൾ ഉലുവയൊക്കെ അരച്ച് തലയിൽ തേക്കാറില്ലേ. അതുപോലെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പെയിൻ ഉണ്ട് തലയിൽ, പെയിൻ മാറാൻ എന്താണ് ചെയ്യാന്ന്. അപ്പം ഇത് വളരെ നല്ലതാണ്. ഉലുവയുടെ വെള്ളം തലയിൽ തേക്കുന്നത്, ഉലുവ അരച്ച് തേക്കുന്നതൊക്കെ അതിന് വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് ഇതും ട്രൈ ചെയ്യാവുന്നതാണ്. ഹെയർ ഗ്രോത്തിന് ഒക്കെ വളരെ നല്ലതാണ്, ഡാൻഡ്രഫ് പോവാനൊക്കെ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഡ്രൈ സ്കിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് നല്ല പ്രയോജനങ്ങളുണ്ട്. അപ്പോൾ ഒരു തവണ നിങ്ങൾ ഇത് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഇതുപോലെ ഒരു ബോട്ടിൽ ചെയ്ത് വെച്ചാൽ ഇത് ചീത്തയാവില്ല, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 1 മന്ത് വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്, ഒരു കുഴപ്പവും വരത്തില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സ്മൂത്ത് ആയിട്ടിരിക്കാൻ സ്കിൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഉലുവയും അലോവേറ ജെല്ലും വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ.